കോതമംഗലത്ത് 23 വയസ്സുകാരിയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്ത് റമീസ് അറസ്റ്റിൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. ഇരുവരുടെയും വാട്സ്ആപ്പ് ചാറ്റിൽ നിന്നും ആത്മഹത്യാ പ്രേരണയ്ക്കും ശാരീരിക ഉപദ്രവത്തിനും പോലീസിന് തെളിവ് ലഭിച്ചു. റമീസിന്റെ വീട്ടുകാരെയും കേസിൽ പ്രതി ചേർക്കും. മതം മാറാൻ ആവശ്യപ്പെട്ട് റമീസ് യുവതിയെ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. റമീസിന്റെ അറസ്റ്റിനും പിന്നാലെ കുടുംബം മുങ്ങിയെന്ന സംശയം കൂടി ഉയരുന്നുണ്ട്. പിതാവിന്റെ ഫോണടക്കം സ്വിച്ച് ഓഫ് ആണ്. ഈ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ഉം +2 മുഴുവൻ മാർക്കും 1200 മാർക്കും മേടിച്ച് പഠിച്ച് പാസ്സായ ഒരു പെൺകുട്ടിയാണ്. ആലുവ UC കോളേജ് MBA മലയാളത്തിൽ പഠിച്ചിരുന്ന സമയത്ത് കൂടെ സഹപാഠിയായിട്ടുണ്ടായിരുന്ന ആളാണ് റമീസ്. റമീസ് പഠിക്കാൻ മോശമായിരുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടി മുൻകൈയെടുത്ത് പഠിപ്പിച്ച് ഡിഗ്രി വാങ്ങിച്ചു കൊടുത്ത ഒരാൾ കൂടിയാണ് റമീസ്. അത്രത്തോളം അയാളോട് ഇഷ്ടമുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക്. വിവാഹവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങളെല്ലാം വീട്ടുകാർക്ക് അനുകൂല നിലപാട് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മതം മാറണം എന്ന ആൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞ സമയത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ മതം മാറാം എന്ന നിലപാടിൽ തന്നെയായിരുന്നു പെൺകുട്ടി. പക്ഷേ ഈ റമീസ് എന്ന് പറയുന്ന വ്യക്തി പല സ്ത്രീകളുമായും പെൺകുട്ടികളുമായും ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ ഇടപ്പള്ളിയിൽ ഒരു ഹോട്ടൽ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് റമീസിനെയും മറ്റൊരു പെൺകുട്ടിയെയും പിടികൂടിയിരുന്നു. ഇത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഒരു കോംപ്രമൈസ് ഇല്ല, നമുക്ക് ആദ്യം രജിസ്റ്റർ മാരേജ് ചെയ്യാം, അതിനുശേഷം മറ്റു പ്രശ്നങ്ങൾ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മതം മാറാം എന്ന നിലപാടിലേക്ക് ഈ പെൺകുട്ടി പോയത്. പക്ഷെ ആ സമയത്ത് കോംപ്രമൈസിനോ റമീസിന്റെ വീട്ടുകാരോ തയ്യാറായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം. നിലവിൽ അവരുടെ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു രജിസ്റ്റർ മാരേജ് എന്ന നിലയിലേക്ക് പെൺകുട്ടിയുടെ സുഹൃത്ത് വഴി അടിമാലിയിൽ നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് റമീസ് ആലുവയിൽ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും റമീസിന്റെ വീട്ടിൽ പൂട്ടിയിടുകയും പൊന്നാനിയിലേക്ക് പോകണം, 2 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് റമീസിന്റെ വാപ്പയും ശാരീരികമായി പീഡിപ്പിച്ചു എന്ന കാര്യങ്ങളിലേക്കാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ റമീസിന്റെ കുടുംബാംഗങ്ങൾ പ്രതിയാകും എന്ന് മനസ്സിലാക്കിയതോടുകൂടി കുടുംബാംഗങ്ങളെ ആരെയും കാണാനില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് റമീസും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. ഇതിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ബോധ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം, അതോടൊപ്പം മർദ്ദനം, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം റമീസിനെതിരെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കുടുംബാംഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരെയും പ്രതി ചേർത്തേക്കും എന്ന സൂചന വരുന്നത്. നിലവിൽ അവർ എവിടെയാണ് എന്നുള്ളതിന് വിവരമില്ല. റമീസിന്റെ വാപ്പ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്.